തമിഴ് നടൻ വിജയ് അടുത്തിടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനായി വിജയ് അടുത്തിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. വിരുന്നിൽ തൊപ്പി ധരിച്ച വിജയ് ഇസ്ലാം ചടങ്ങുകളും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ പിന്തുണ നേടാനുള്ള ഈ ശ്രമം ഇപ്പോൾ വിജയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ മതത്തെ വിജയ് അവഹേളിച്ചതായി കാട്ടി മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ഇസ്ലാമിനെ അപമാനിക്കുന്നതാണ് എന്നാരോപിച്ച് തമിഴ്നാട് സുന്നത്ത് ജമാഅത്താണ് വിജയ്ക്കെതിരെ ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപമാനിച്ചുവെന്ന പരാതിയിൽ പരാമർശിക്കുന്നു. കൂടാതെ വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ മദ്യപന്മാരും റൌഡികളും പങ്കെടുത്തതായും പരാതിയിൽ പറയുന്നു. വ്രതമെടുക്കാത്തവരും റമദാനോട് ആദരവില്ലാത്തവരുമായ ആളുകളുടെ പങ്കാളിത്തം മുസ്ലിം സമൂഹത്തിന് അപമാനമാണ്. കൂടാതെ ഇഫ്താർ വിരുന്നിന്റെ സംഘാടനവും അങ്ങേയറ്റം നിരുത്തരവാദപരമായിരുന്നു. വിജയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നവരോട് മോശമായി പെരുമാറി. പശുക്കളെ പോലെ ആളുകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നും പരാതിയിൽ പറയുന്നു. ഇഫ്താർ ചടങ്ങിൽ ക്രമീകരണങ്ങൾ ശരിയായ രീതിയിലല്ല നടന്നതെന്നും ഇളയ ദളപതിയുടെ ഗാർഡുകൾ ജനങ്ങളോട് അനാദരവ് കാണിക്കുകയും അവരെ പശുക്കളെ പോലെ വലിച്ചിഴച്ച് പെരുമാറിയെന്നും അവഗണിച്ചെന്നും തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ സയ്യിദ് കൗസ് ആരോപിച്ചു. ഇനിയും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ നടനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല തങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകിയതെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തു. 2024 എത്തിയ വെങ്കട് പ്രഭുവിന്റെ ദ ഗോട്ട് ആണ് അവസാനമായി റിലീസായ വിജയ് ചിത്രം. ഇപ്പോൾ എച്ച് വിനോദിന്റെ ജനനായകൻ എന്ന ചിത്രത്തിലാണ് വിജയ് അഭിനയിക്കുന്നത്. പൂജ ഹെഡ്ഗെ, മമിത ബൈജു, ബോബി ഡിയോൾ എന്നിവരും കൂടെ അഭിനയിക്കുന്ന ഈ ചിത്രം 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരിക്കും. കഴിഞ്ഞ വർഷമാണ് വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം പ്രഖ്യാപിച്ചത്.